ഡോഗ്സിനുണ്ടാകുന്ന പീരിയോഡിക് ഡെർമറ്റൈറ്റിസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പീരിയോഡിക് അലർജിക് ഡെർമറ്റൈറ്റിസിനെ കുറിച്ചാണ് ഒരു മാന്യ പ്രേക്ഷകന്റെ ചോദ്യം. അങ്ങനെ ശരിക്കും ഒരു പീരിയോഡിക് അലർജിക് ഡെർമറ്റൈറ്റിസ് ഒന്നും ഡോഗിന് ഇല്ല. ഡോഗിന് രണ്ട് തരം അലർജിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട്. ഒന്ന് ജന്മനാ ഉള്ള, അതായത് ജനിക്കുമ്പോൾ തന്നെയുള്ള ജനറ്റിക് ഡിസോർഡർ ആയിട്ടുള്ള അലർജിക് ഡെർമറ്റൈറ്റിസ്. അതിന് ഉദാഹരണമാണ് എറ്റോപിക് ഡെർമറ്റൈറ്റിസ്. മനുഷ്യന് സോറിയാസിസ് ഉണ്ടാകുന്നത് പോലെ തന്നെ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പിന്നെ മറ്റ് ഇമ്യൂണോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട്. പെംഫിക്കസ് വൾഗാരിസ്, പെംഫിക്കസ് ഫോളിയേഷ്യസ്, പെംഫിക്കസ് വെജിറ്റാൻസ്, ബുള്ളസ് പെംഫിഗോയിഡ്, അങ്ങനെ പല പല രോഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. അങ്ങനെ ജന്മനാ ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ട്. അല്ലാതെ തന്നെ ഏതെങ്കിലും ശരീരം ഏതെങ്കിലും ഒരു ഭാഗം ഒരു അലർജൻ അഥവാ അലർജി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥവുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ ഉണ്ടാകുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന അലർജി, ഫോർ എക്സാമ്പിൾ ഫീനോൾ. അങ്ങനെ രണ്ട് തരത്തിൽ അലർജിയാണ്. സ്പോണ്ടേനിയസ് ആയിട്ട് അക്വയർഡ് അലർജിയും കൺജനറ്റൽ അല്ലെങ്കിൽ ജനറ്റിക് ഇൻഹെറിറ്റൻസ് ഉള്ള അലർജിയും. ഇത് രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളാണ്. കൺജനറ്റൽ അലർജി ആണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ചികിത്സ ആവശ്യമായിട്ട് വരുന്നതാണ്. മറ്റേതാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഏതാണോ അലർജി ഉണ്ടാക്കിയത് അതിനെ ഒഴിവാക്കുക, പിന്നെ അലർജിക്കുള്ള ചികിത്സ കൊടുക്കുക. ആ സമയത്ത് മരുന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും മാറുന്നതാണ്.